കാവ്യാമൃതം കാവ്യാമൃതം കാവ്യാമൃതം. നാടകങ്ങളിലും ചലച്ചിത്രങ്ങളിലും മാത്രമായി പരിമിതപ്പെട്ട് നിന്നിരുന്ന നമ്മുടെ ഗാനങ്ങൾക്ക്, ലളിത സംഗീതത്തിന് ശ്രോതൃ സമൂഹത്തിൻ്റെ കൂടുതൽ ശ്രദ്ധ നേടുവാൻ സഹായകമായത് ആകാശവാണി അത്തരം ഗാനങ്ങൾക്ക് പ്രാമുഖ്യം നൽകാൻ ആരംഭിച്ചതോടുകൂടിയാണ്. പി ഭാസ്കരൻ മാസ്റ്ററാണ് ലൈറ്റ് മ്യൂസിക് എന്ന് എല്ലാവരും വിശേഷിപ്പിച്ചിരുന്ന ആ സംഗീത ശാഖയ്ക്ക് ലളിത സംഗീതം എന്ന പേര് നൽകുന്നത്. അത് പിന്നീട് എല്ലാ ഭാഷകളും ഒരേ വികാരത്തോടെ സ്വീകരിക്കുന്ന നാമമായി മാറി, ലൈറ്റ് മ്യൂസിക്കിൻ്റെ പര്യായ പദമായി മാറി. ആ ലളിത സംഗീതത്തിന് ഈ സിനിമയിലും നാടകത്തിലും ആകാശവാണിയിലും അതിനപ്പുറത്ത് സ്വകാര്യ ആൽബങ്ങളിൽ കൂടി പ്രസക്തി നേടുന്ന ഒരു കാലഘട്ടമാണ് 70കളുടെ തുടക്കം. അതിന് സഹായകമായത് അതിൻ്റെ ലേഖന പ്രക്രിയയിലും അതിൻ്റെ പ്രകാശന പ്രക്രിയയിലും കേൾവി സാധ്യതകളിലും ഇടചേർന്ന് വന്ന പുതിയ സാങ്കേതികതയുടെ സഹായം കൂടിയാണ്. ഏതായാലും 70കൾ എന്ന് പറയുന്നത് 70കൾ എന്ന് പറയുന്നത് ഒരുപാട് സ്വകാര്യ ആൽബങ്ങൾ, മലയാളത്തിലെ കാര്യമാണ് ഞാൻ പറയുന്നത്, മറ്റു ഭാഷകളിലും ലോക അടിസ്ഥാനത്തിലും അതിനു മുമ്പ് തന്നെ സ്വകാര്യ ആൽബങ്ങൾ അരങ്ങ് കൈയടക്കി കഴിഞ്ഞിരുന്നു. പക്ഷെ മലയാളത്തിൽ സ്വകാര്യ ആൽബങ്ങളുടെ ഒരു കടന്നുവരവ് ഏറ്റവും ഹൃദയ ഊഷ്മളതയോടുകൂടി സ്വീകരിക്കപ്പെട്ടിരുന്ന, അത് ഏറ്റവും പ്രചാരത്തിൽ എത്തുന്നൊരു കാലഘട്ടം എന്ന് പറയുന്നത് 70കളിലാണ്. പീലിയിലേക്ക് ശേഷം ഏതാണ്ട് മലയാള ചലച്ചിത്ര പിന്നണി ശാഖ എന്ന് പറയുന്നത് ജിക്കിയും വസന്തയും അവർക്ക് ശേഷം വന്ന സുശീലയും ജാനകിയും കൈയടക്കി ആഘോഷപൂർവ്വം വാണരുളുന്ന നാളുകളിൽ ആണ് ഇന്ന് മലയാളത്തിൻ്റെ വാനമ്പാടി, ഇന്ത്യയുടെ വാനമ്പാടിയായി പ്രതിഷ്ഠ നേടിക്കഴിഞ്ഞ KS ചിത്ര കടന്നു വരുന്നു. പക്ഷേ ചിത്രയ്ക്കും മുമ്പേ ഒരു ഹ്രസ്വകാലമെങ്കിൽ ഹ്രസ്വകാലം 2 ഗായികമാർ, ഇത് പറയുന്നത് അനൽപമായ ആഹ്ലാദത്തോടെയും അല്പം അഹങ്കാരം കലർന്ന അഭിമാനത്തോടെയും കൂടിയാണ്. ഈ കൊച്ചിയിൽ നിന്ന് 2 ഗായികമാർ മദിരാശിയിലെത്തുകയും മലയാള സിനിമയിൽ ഉറപ്പിക്കാൻ കഴിഞ്ഞ ആധിപത്യത്തെക്കാൾ 10 മടങ്ങ് ശോഭയുള്ള ആധിപത്യം തമിഴിലും തെലുങ്കിലും സ്ഥാപിച്ചെടുക്കുകയും ചെയ്തു. സംഗീത സംവിധായകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഗായികമാരായി മാറിയ ജെൻസിയും മിൻമിനിയും. അതിൽ ജെൻസി പാടിയ അതിമനോഹരമായ ഗാനമാണ് ഇന്ന് നാം കേൾക്കാൻ പോകുന്നത്. ഇവിടെയും വിഷയം പൊന്നിൻ്റെ ചൈതന്യമാർന്ന് നിൽക്കുന്ന നക്ഷത്ര ശോഭ വിളങ്ങുന്ന ബെത്ലഹേമിലെ പുൽത്തൊഴുത്തിൽ മഞ്ഞു മൂടിയ ഒരു രാവിൽ പിറന്നു വീണ ദൈവപുത്രനായ ലോകരക്ഷകനെക്കുറിച്ചുള്ള പ്രാർത്ഥനാ ജപമാത്രകളാണ്. താരതമ്യങ്ങളില്ലാത്ത വിധം വ്യത്യസ്തമായ ശ്രേണിയിൽപ്പെടുത്തിക്കൊണ്ട് ഈ ഗാനത്തിൻ്റെ രചന നിർവഹിച്ചത് ഫാദർ ആബേലിനോടൊപ്പം തന്നെ മലയാളക്കര നന്ദിപൂർവ്വം ഓർക്കേണ്ട ക്രൈസ്തവ ഭക്തിഗാന ശാഖയിൽ വളരെ നിർണായകമായ സംഭാവനകൾ നൽകിയിട്ടുള്ള മൈക്കിൾ പനക്കലച്ചനാണ്. അടുത്തിടെയാണ് അദ്ദേഹം കാലയവനികയ്ക്ക് പിന്നിലേക്ക് കടന്നുപോയത്. കലാഭവൻ ആബേലച്ചൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുകയും അത് ഒരു വലിയ പ്രസ്ഥാനമായി വളരുകയും ചെയ്തപ്പോൾ സമാന്തരമായി ഏതാണ്ട് തത്തുല്യമായ വളർച്ചയിലേക്ക് കുതിച്ചു കയറിയ ഒന്നാണ് CSC എന്ന് പറയുന്ന ഒരു സ്ഥാപനം. എറണാകുളത്തെ കേരള ടൈംസ് ദിനപത്രത്തിനോട് ചേർന്നുണ്ടായിരുന്ന IS പ്രസ്, ആ IS പ്രസിൻ്റെ ഒരു ഭാഗമാണ് CSCയുടെ ആദ്യ മാളം എന്നത് ഞാൻ ഓർക്കുന്നു. അതിൻ്റെ മുകളിൽ കേരള ടൈംസിൻ്റെ പത്രാധിപരായിരുന്ന വെളിപ്പറമ്പിലച്ഛനും CSCയുടെ എല്ലാമായിരുന്ന മൈക്കിൾ പനക്കലച്ഛനും ഒരുമിച്ചുണ്ടായിരുന്ന നാളുകൾ എൻ്റെ ഓർമ്മയിലെ വളരെ ഹൃദയഹാരിയായ ചിത്രങ്ങളാണ്. മൈക്കിൾ പനക്കലച്ഛനും ഈ ജീവിതം പ്രാർത്ഥനയാക്കി നിവേദിച്ച ഒരു വലിയ പുരോഹിതനും മനുഷ്യസ്നേഹിയുമായിരുന്നു. അദ്ദേഹത്തിൻ്റെ രചനകൾക്ക് മറ്റ് പലരും ഈണം നൽകിക്കൊണ്ട് പുറത്തിറക്കാൻ കഴിഞ്ഞ ഒരുപാട് പാട്ടുകൾ ആ കാലഘട്ടത്തിൽ മലയാളക്കരയിലെ പ്രാർത്ഥനാ സമൂഹം ഏറ്റുപാടിയ ദിവ്യ ഗാനങ്ങളുമായിരുന്നു. CSCയുടെ പരിലാളന അനുഭവിച്ചുകൊണ്ട് വളർന്നു വന്ന യേശുദാസിൻ്റെ പ്രത്യേക വാത്സല്യം ആവോളം നുകരുവാൻ ഭാഗ്യമുണ്ടായ ME മാനുവലാണ് ഈ മനോഹര ഗാനത്തിന് ഈണം പകർന്നത്. ഇവിടെ അന്ന ബേബി ഈ ഗാനം നമുക്ക് വേണ്ടി ആലപിക്കുന്നു. കാ
തിരുവസ്ത്രം സ്വീകരിക്കുന്ന നിമിഷങ്ങളിൽ അതിനു മുമ്പേ മനസ്സ് വ്രതാനുഷ്ഠാനങ്ങളുടെ തുടർച്ചയിൽ ഏകാന്തമായ ധ്യാനത്തിൻ്റെ ധ്യാനത്തിൽ നിന്ന് ഉയർന്നു വരുന്നൊരു വെളിപാട് പോലെ സ്വയം പ്രഖ്യാപിക്കുന്ന ചില വാഗ്ദാനങ്ങളുണ്ട്. കന്യാസ്ത്രീകളുടെ വ്രതവാഗ്ദാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കാണുവാൻ ഇടവന്നിട്ടുള്ളത് ദാരിദ്ര്യം ഞാൻ ഒരു വാഗ്ദാനമായി അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു എന്നുള്ളതാണ്. ലാളിത്യം, വിനയം, ആരാധന, അല്ലെങ്കിൽ മാതൃശുശ്രൂഷ, ആതുര ശുശ്രൂഷ, അങ്ങനെ പല വാഗ്ദാനങ്ങളും ഏറ്റെടുക്കുന്നുവെങ്കിലും ഏറ്റവും കൂടുതൽ അടിവരയിട്ട് ഉറപ്പിച്ചുകൊണ്ട് ഇതാ ഞാൻ ദാരിദ്ര്യം ഭരിക്കുന്നു, എനിക്കുള്ളതെല്ലാം ഈ ഇഹത്തിന് സൗഖ്യം പകരുന്നതെല്ലാം ത്യജിച്ചുകൊണ്ട് ഈ മുള്ളും കുരിശും കൂർത്ത കല്ലുകളും നിറഞ്ഞ പാത ഞാൻ തിരഞ്ഞെടുക്കുന്നു. എൻ്റെ കാൽപാദങ്ങൾ കേൾക്കുന്ന മുറിവുകൾ മറ്റുള്ളവരുടെ മുറിവുകൾ ഉണക്കുന്നതിനുള്ള സൗഖ്യ ശുശ്രൂഷയുടെ ദൂതികയാകാൻ എനിക്ക് ബലം പകരട്ടെ എന്ന പ്രാർത്ഥനയാണ് എൻ്റെ സന്യാസ സ്വീകരണത്തിലൂടെ ഞാൻ അങ്ങയുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് നിശബ്ദമായി പ്രഖ്യാപിക്കുന്നതാണ് ഈ വ്രതവാഗ്ദാനം. ഇതിൻ്റെ സാരാംശത്തെ ഉൾക്കൊണ്ടുകൊണ്ട് എഴുതപ്പെട്ട ഒരു ഗാനമാണ് നമ്മളിനി കേൾക്കാൻ പോകുന്നത്. മലയാളത്തിലെ ക്രൈസ്തവ ഗാനശാഖയ്ക്ക് ഏറ്റവും ഈടുറ്റ സംഭാവനകൾ നൽകിയ ഫാദർ ആബേൽ അദ്ദേഹം എഴുതിയ വരികളാണ് ഈ ഗാനം. ആ വരികൾക്ക് ഹൃദയഹാരിയായ സംഗീതം കൊണ്ട് അതിനെ അലങ്കരിച്ച് കഴിഞ്ഞപ്പോൾ അത് പാടുവാനുള്ള ഭാഗ്യസുഹൃതമുണ്ടായത് ഒരു കാലഘട്ടത്തിലെ ഷൂട്ടിംഗ് സ്റ്റാർ, മലയാള ചലച്ചിത്ര വേദിയിലെ പിന്നണി ഗാനരംഗത്തെ ഉദിച്ചുയരുന്ന താരം എന്ന് വിശേഷിപ്പിച്ചു പോന്നിരുന്ന ബി വസന്തയാണ്. കെ ആൻ്റണി ഈണം പകർന്ന ഈ ഗാനം ഇവിടെ നമുക്ക് വേണ്ടി മെറിൻ ആലപിക്കുന്നു. ദേവകുമാരൻ തനിക്കു പാർക്കാൻ തിരഞ്ഞെടുത്ത
വീണ്ടും ഒരു മാതൃസ്തുതി. അമ്മേ, മാതാവേ, ഒരുപാട് തവണ മാതാവിനെ ഹൃദയം തൊട്ട് വിളിച്ച് സംബോധന ചെയ്ത ശേഷമാണ് മാതാവിനെക്കുറിച്ചുള്ള അപദാനങ്ങളിലേക്ക് ഗാനം സഞ്ചരിച്ചെത്തുന്നത്. നിൻ വഴിയിൽ പുഷ്പാർച്ചന നടത്തട്ടെ ഞാൻ. പുഷ്പാർച്ചന എൻ്റെ ആത്മാവിൽ പൂത്തുവിലയുന്ന സൗരഭ്യമാർന്ന എൻ്റെ ഹൃദയവിശുദ്ധിയുടെ നറുമലരുകൾ കൊണ്ടുള്ള അർച്ചനയാണ്. ചൈതന്യത്തിൻ്റെ പ്രഭാ സൗഭകം നിറഞ്ഞു വിളമ്പുന്ന ഈ വഴി, ഈ പശ്ചാത്തല ദൃശ്യങ്ങൾ മാതാവേ, അവിടുത്തെ എഴുന്നള്ളത്തിന് വേണ്ടി ഞാൻ ഒരുക്കി സൂക്ഷിക്കുന്നു. എൻ്റെ ആത്മാവിലേക്ക് അവിടുത്തെ ഏറ്റവും വലിയ വിരുന്നുകാരിയായി അങ്ങയുടെ കൃപാകടാക്ഷങ്ങളുടെ കലവറ നിർബാധം തുറന്നിട്ടുകൊണ്ട് മാതാവേ ജനനി അവിടെ നിന്ന് കടന്നു വന്നാലും എന്നർത്ഥിക്കുന്ന ഭാവമാണ് ഈ ഗാനത്തിനുള്ളത്. സ്വന്തം കവിതകളിലൂടെയും നർമ്മരസം തേമ്പി നിൽക്കുന്ന ലേഖനങ്ങളിലൂടെയും ചെറുകഥകളിലൂടെയും ഭക്തിരസപ്രധാനമായ, പ്രത്യേകിച്ചും ഗുരുവായൂരപ്പൻ്റെ തൊട്ടടുത്തുള്ള ചൊവ്വലൂർപ്പടിയിൽ ജനിച്ചു വളർന്ന കൃഷ്ണൻകുട്ടിക്ക് ഗുരുവായൂർ ഭക്തനാകാതിരിക്കാൻ വയ്യ. അത്തരത്തിലുള്ള നിരവധി ഭക്തിഗാനങ്ങളുടെയും കർത്താവെന്ന രീതിയിൽ ഏറെ പ്രസിദ്ധനായിരുന്ന ചൊവ്വലൂർ കൃഷ്ണൻകുട്ടിയുടെ എൻ്റെ ശ്രദ്ധയിൽപ്പെടുന്ന ആദ്യത്തെ ക്രൈസ്തവ ഭക്തിഗാന രചന കൂടിയാണ് നാം ഇന്ന് കേൾക്കുന്നത്. മാതാവേ, മാതാവേ, നിത്യസഹായ മാതാവേ, നക്ഷത്ര ദീപ്തി എഴും തിരുമാതാവേ എന്നാരംഭിക്കുന്ന ഈ ഗാനം നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതാവിനെ സംബോധനകളാൽ അലങ്കരിച്ചുകൊണ്ട് ആ അമ്മയുടെ കൃപാകടാക്ഷം തൻ്റെ ജീവിതത്തിനും സഞ്ചരിക്കാനിരിക്കുന്ന വഴിത്താരകളിലും തൻ്റെ ചുറ്റുപാടുമുള്ളവരുടെ ക്ഷേമ സൗഖ്യങ്ങളിലും എന്നും കനിവായി കരുണയായി പെയ്യണമേ എന്ന ഒരർത്ഥനയായി ഭവിച്ചിരിക്കുന്നു. കോട്ടയം ജോയി എന്ന് പറയുന്ന സംഗീതകാരനെക്കുറിച്ച് എന്നോട് ഒരുപാട് സംസാരിച്ചിട്ടുള്ള നിർമ്മാതാവും നടനുമായ പ്രേംപ്രകാശാണ്. എന്തുകൊണ്ട് അദ്ദേഹം സിനിമയിൽ വേണ്ട വിധം വിളങ്ങിയില്ല എന്നത് ഇപ്പോഴും ആശ്ചര്യചിഹ്നം പോലെ ബാക്കി നിൽക്കുന്നു. അദ്ദേഹം പ്രേംപ്രകാശിൻ്റെ ചില ചിത്രങ്ങൾക്ക് സംഗീതം പകർന്നിരുന്നു. അദ്ദേഹം നാടകരംഗത്തും ഈ ആൽബം മേഖലയിലും ഈണം നൽകിയിട്ടുള്ള പല പാട്ടുകളും വളരെ വിസ്തൃതങ്ങളായ ഗാനങ്ങളാണ്. പക്ഷെ എന്തുകൊണ്ടോ ചില ഇടങ്ങൾ ചിലർക്ക് രാശിയല്ല എന്ന പഴയ അന്ധവിശ്വാസത്തിൻ്റെ പല്ലവി ഏറ്റുപാടുവാൻ നമ്മളെ നിർബന്ധിക്കുന്നു. കോട്ടയം ജോയിക്ക് ലഭിക്കാതെ പോയ സ്വീകാര്യതയും അതുവഴി ലഭിക്കുമായിരുന്ന വിജയ ആഘോഷങ്ങളും. സുജാതയും സംഘവുമാണ് ഈ ഗാനം ആലപിക്കുന്നത്. സുജാതയെക്കുറിച്ച് പറയുമ്പോൾ ബേബി സുജാത എന്ന പേരിൽ ഒരു വെള്ള ഓഫ് വൈറ്റ് ഷെയ്ഡിലുള്ള പാവാടയും ബ്ലൗസും ധരിച്ച് ഇത്തിരിയോളം പൊക്കമുണ്ടായിരുന്നൊരു ബേബി സുജാതയാണ് ആദ്യം മനസ്സിൽ വരുന്ന ആദ്യത്തെ ഓർമ്മ. അന്ന് യേശുദാസിനോടൊപ്പം പാടാൻ തുടങ്ങിയ ബേബി സുജാത പലപ്പോഴും വേദിയിലേക്ക് തൻ്റെ യുഗ്മഗാനമോ സോളോ ഗാനമോ പാടാൻ വേണ്ടി കടന്നു വരുമ്പോൾ വലിയ സ്റ്റെപ്പുകളുടെ മുമ്പിൽ പകച്ചു നിൽക്കുന്നതും യേശുദാസ് മുന്നോട്ടേക്ക് കുനിഞ്ഞ് കൈനീട്ടി സുജാതയെ എടുത്തുയർത്തി തന്നോടൊപ്പം നിർത്തി മൈക്ക് സുജാതയുടെ പൊക്കത്തിൻ്റെ പാകത്തിലേക്ക് ഇണക്കി വെച്ച് കൊടുക്കുന്നതും ഇവരൊരുമിച്ച് അതിമനോഹരങ്ങളായ യുഗ്മഗാനങ്ങളും സുജാത തനിച്ച് ഹൃദയഹാരിയായ സോളോ ഗാനങ്ങളും പാടി ആ സദസ്സിനെ ആനന്ദിപ്പിക്കുന്നതും മനസ്സിൽ ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന ഓർമ്മകളാണ്. സുജാത വലുതായി, ബേബി പട്ടം വേണ്ടെന്ന് വെച്ചു. സുജാതയുടെ മകൾ വലുതായി. സുജാതയോടൊപ്പം തന്നെ ഖ്യാതിയും അംഗീകാരവും നേടാൻ കഴിഞ്ഞ ഗായികയായി മാറി ശ്വേത. ഈ രണ്ട് ഗായികമാരും അമ്മയും മകളും ഒരുപോലെ മലയാള ലളിത സംഗീതത്തിന് ലഭിച്ച വലിയ സൗഭാഗ്യങ്ങളായി മാറി. ഈ ഗാനം നമുക്ക് വേണ്ടി അന്ന ബേബി ആലപിക്കുന്നു.
പാടുവാനുള്ള സിദ്ധി ദൈവത്തിൻ്റെ സമ്മാനമാണ്. അത് ലഭിക്കാതെ പോയതിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്ന വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. പക്ഷേ പാടാനറിയാത്ത എനിക്ക് പോലും പാടുവാൻ കഴിയും ചിലപ്പോൾ. അത് ഒരുപക്ഷെ ശബ്ദപ്രകാശനത്തിലൂടെ മറ്റുള്ളവർക്ക് പങ്കിടാൻ വേണ്ടിയല്ല, എനിക്ക് കേൾക്കാൻ എൻ്റെ ആത്മാവ് പാടുന്ന ഗീതമായി എൻ്റെ ഉള്ളിൽ വീണ്ടും ഉയർത്തുവരാൻ എന്നെ പ്രചോദിപ്പിക്കുന്ന ഗാനങ്ങളെയാണ് ഞാൻ അനശ്വര ഗാനങ്ങൾ എന്ന് വിളിക്കുക. ഇവിടെ അവയെ കാവ്യാമൃതങ്ങൾ എന്നുകൂടി നാം പേരിട്ട് വിശേഷിപ്പിക്കുന്നു. അത് മനസ്സിൽ ഉണർത്തുന്ന ഒരു ഭാവപ്രതിസ്പന്ദങ്ങൾ എന്ന് പറയുന്നത് പ്രാർത്ഥനാപൂർണമായ ഒരു മാനസിക അവസ്ഥയെ ജനിപ്പിക്കുന്നവയാണ്. അതുകൊണ്ട് തന്നെ കാവ്യാമൃതത്തിലൂടെയുള്ള ഈ സഞ്ചാരം, ഈ ഗാനങ്ങളുടെ ഒരു അയവറക്കലിലൂടെ നടത്തുന്ന പുനർകേൾവിയും, ആത്മാവ് കൊണ്ട് അർച്ചന പോലെ അനുഷ്ഠിക്കുന്ന അവയുടെ പുനരാലാപനവും ഒരുപോലെ എന്നെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തെ ഉന്മേഷത്തിലേക്കും കൂടുതൽ ഊർജ്ജത്തിലേക്കും നയിക്കുന്ന അനുഭവങ്ങളാണ്. അതേ അനുഭവമാകട്ടെ ഇത് കേൾക്കുന്ന ശ്രോതാക്കളായ പ്രേക്ഷകരായ നിങ്ങൾക്കും എന്നുള്ളത് പ്രാർത്ഥനയുടെ തുടർച്ച. സത്യസൗന്ദര്യ സ്നേഹമാധുര്യം വഴിയുന്ന നിസ്തുല കാവ്യാമൃതം മുഖരാം നമുക്കിനി നമ്മളിൽ തെളിക്കട്ടെ നിർമ്മല ഭാവങ്ങളും നന്മയും ആനന്ദവും നിത്യമീ